2K കിഡ്സ് 90 കിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്ത് കാര്യത്തിൽ നമ്മൾ പാട്ട് കേൾക്കുമ്പോഴോ യാത്ര പോകുമ്പോൾ കോസ്റ്റ്യൂമിലൊക്കെ നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇവിടെ 2K കിഡ്സ് ആണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംസാരിച്ചു തുടങ്ങിയ ഒരു നമുക്കൊരു ഫീൽ ചെയ്യേയില്ല. അതിന്റെ കൂടെ വർക്ക് ചെയ്ത് ആദ്യം സിനിമ തൊട്ട് കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകളോട് വർക്ക് ചെയ്തുകൊണ്ടാണോ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ പറയാറുണ്ടോ? അല്ല, അങ്ങനെയൊന്നുമില്ല. അതെ, 2K കിഡ്സിനും കുറച്ച് പ്രായമൊക്കെ ഇപ്പം. അതുണ്ട് 99 വരെ എനിക്കത് ഈ 90s 2K ഡിഫറൻഷിയേഷൻ അത്ര താല്പര്യമില്ലാത്ത ഓരോരുത്തരുടെ 2002 അങ്ങനെ ഇരിക്കുമ്പോ നമ്മള് 90s പാട്ട് കേട്ടല്ലേ വളർന്നേ. പക്ഷെ ഇപ്പത്തെ പിള്ളേരുടെ പാട്ട് നമുക്ക് കണക്ട് ആവുന്നില്ലല്ലോ. എനിക്കും കണക്ട് ആവുന്നില്ല. മാത്യുവിന് കണക്ട് ആവുന്നു. അല്ല, എനിക്ക് അങ്ങനെ ചേട്ടന് കണക്ട് ആവുന്ന ചേച്ചി കണക്ട് ആവുന്ന കൊറേ വാക്കുകളുണ്ട്. കൊറിയൻ സംഭവങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അല്ലാതെ ന്യൂജൻ സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഒരു കാലഘട്ടത്തിൽ നിന്ന് വന്നുകൊണ്ടാണ് നമുക്കിത് അറിയാത്തെന്നുള്ളത്. എനിക്ക് നമ്മളതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നത്. പേഴ്സണലി നമ്മൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കണല്ലോ സത്യം ഓരോ ദിവസവും. പക്ഷെ എങ്കിലും പല കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അവരുടെ കൂടെ ഇരിക്കുമ്പോൾ. ശിവാംഗി ഈ പറഞ്ഞ ഓരോ പഴയ പാട്ടുകൾ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. പുതിയ പാട്ടുകളും കേൾക്കാറുണ്ട്. ഇപ്പോഴത്തെ പുതിയ ജനറേഷന്റെ പാട്ടുകളൊക്കെ കേൾക്കാറും പാടാറും. കണക്ട് ആവുന്നില്ല. ഒരു മൾട്ടിപ്പിൾ ടൈംസ് കൂടുതലായിട്ടൊന്നും പറയണ്ട. ഇല്ല, ഞാൻ അതിനൊന്നും 90s ഇല്ല. 2010 വരെ ഒരു സിനിമ ഉണ്ടായിരുന്നില്ലേ പാട്ടുകള്. ഓക്കെ, സോങ്ങുകള് 2012 വരെ വെച്ചോ. പക്ഷെ ഇപ്പത്തെ പാട്ടുകളൊന്നും പോരാതാ. ഇപ്പത്തെ പാട്ടുകളൊന്നും പോരാതാ. ഇപ്പൊ പടത്തില് പാട്ടേ ഇല്ലല്ലോ. ലവ്ലിയിലെ 2 പാട്ടുള്ളൂ. അതിൽ ഏതെങ്കിലും പാട്ട് പാടിയിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും പാട്ട് അറിയോ? അറിയാം, ഇപ്പഴാ കേട്ടെ. ബബിൾ പൂ മൊട്ടുകൾ. എന്താ ബമ്പിൾ പൂ മുട്ട? ബബിൾ പൂ മുട്ടുകൾ പഠിച്ചു വന്നിട്ട പാട്ട് ഇല്ല. അത് ഇന്നൊരു വാട്ടി കേട്ടാ ഞാൻ പഠിച്ചു. ഞങ്ങള് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് കൊച്ചി ഭയങ്കര ഇഷ്ടമാണോ? കൊച്ചിയില് എവിടെ പോവാനാ ഇഷ്ടം? എന്തായിരുന്നു മറുപടി? ലുലുമാള് അത്രയധികം ഇഷ്ടമുള്ള ചെന്നൈയിൽ വരുന്ന ഒരു കുട്ടി. എത്ര വരെ ലുലുമാളിൽ പോയിട്ടുണ്ട്? 5 വട്ടം. 5 വട്ടം പോയി ലുലുമാളിൽ എന്താ കാണാ? ചുമ്മാ കറങ്ങും. അവിടെ ഫൺ സോൺ ഉണ്ടല്ലേ, അവിടെ പോയി കളിക്കും. പൊതുവെ ചെന്നൈയിൽ എന്താ ചെയ്യാ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാ? ഇപ്പൊ എനിക്ക് ചെന്നൈയിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. ചെന്നൈ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് കൂടെ ഇത് ബെസൻ നഗറില് ഫുൾ ഷോപ്പ് ഉണ്ടാവും. അവിടെ പോയി എല്ലാം കഴിക്കും. കൊറിയൻ ഷോപ്പ്, ജാപ്പനീസ് ഷോപ്പ്, ഫ്രൈസിനൊരു ഷോപ്പ്, ഐസ്ക്രീം, കുച്ചൈസ് എന്ന് പറഞ്ഞ് ഡിഫറെൻറ്റ് ഫ്ലേവറിൽ ഐസ്ക്രീം ഉണ്ടാക്കും. എന്നിട്ട് ഇത് ചിക്കനൊരു ഷോപ്പ്, ബിരിയാണീനൊരു ഷോപ്പ്. അണ്ണാനഗർ പോയാൽ നൈറ്റ് 4 മണി വരെ ഫുള്ള് റോഡില് നൈറ്റ് ലൈഫ്. ഫുഡ് ഭയങ്കര കൂടുതലാണ് ചെന്നൈയില്. ഓക്കെ, നിങ്ങൾക്ക് ഈ സെലിബ്രിറ്റി ലൈഫ് എൻജോയ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ? ശരിക്കും നമ്മൾ പല കാര്യങ്ങളും സാധാരണക്കാരെ പോലെ. എന്ത് ലൈഫ്? നോട്ട് ആപ്ലിക്കബിൾ. അങ്ങനെയല്ല നിങ്ങൾ പറയാൻ കൊള്ളാം. ഓ, മറ്റേ രീതി പറഞ്ഞു. വെൽ, വെരി ഡിഫിക്കൽട്ട് ആക്ച്വലി ഇറ്റ്സ് ഡിഫിക്കൽട്ട്. സെൽഫി ചെയ്ത് ചോദിച്ചത് മടുത്തു. ശരിക്കും ഈ സെലിബ്രിറ്റി ലൈഫ് എൻജോയ് ചെയ്യുമ്പോൾ നിങ്ങൾ സിനിമ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളും ഇതുപോലെയൊക്കെ ആവും, ഇതുപോലെയൊക്കെ ലൈഫ് എൻജോയ് ചെയ്യും. അങ്ങനെ ഒരു മൊമെന്റും റിയാലിറ്റിയിൽ വന്ന സമയത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ശരിക്കും അതൊന്നല്ല. ശരിക്കും ഉള്ളൊഴുക്ക് കണ്ട് എത്ര പേര് പറഞ്ഞിട്ടുണ്ടോ? ഉള്ളൊഴുക്കുന്ന കഥാപാത്രം ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള. ആൾ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒന്ന് സെൽഫി എടുക്കുക, ആ ഒരു ലൈഫ് ഇല്ല. പക്ഷേ കേരളത്തിൽ അങ്ങനെ ആൾക്കാർ മൈൻഡ് ചെയ്യില്ല. മൈൻഡ് ചെയ്തില്ല. അങ്ങനെയല്ല.